ചെങ്കോട്ട ഭീകരാക്രമണത്തിന് ഉമർ നബിക്ക് നിർദ്ദേശം ലഭിച്ചത് പാകിസ്ഥാനിൽ നിന്നാണെന്ന് NIA കണ്ടെത്തൽ. ബോംബ് നിർമ്മാണത്തിന് ടെലിഗ്രാം വഴി നിർദ്ദേശം ലഭിച്ചു. ഉമർ നബിയുടെ ഹവാല ബന്ധങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. സ്ഫോടനത്തിന് നബിക്ക് സഹായം ചെയ്ത കൂട്ടാളിക്കായുള്ള അന്വേഷണവും NIA ഊർജിതമാക്കിയിട്ടുണ്ട്. സ്ഫോടനം നടന്ന ചെങ്കോട്ടയ്ക്ക് സമീപത്തുനിന്നും വെടിയുണ്ടകളും കണ്ടെത്തിയിട്ടുണ്ട്. വൈറ്റ് കോളർ ഭീകരിലെ പ്രധാനി വിദേശത്തുള്ള മുസഫർ അഹമ്മദ് റാത്തറാണെന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണ സംഘം. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഉമർ നബിക്ക് നിർദ്ദേശം പാകിസ്ഥാനിൽ നിന്ന് സ്ഥിരീകരിക്കുകയാണോ NIA? എന്തൊക്കെ പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു? ചെങ്കോട്ട ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാക് ബന്ധം കൂടുതൽ വ്യക്തമാവുകയാണ്. ഉമർ നബിക്ക് പാകിസ്ഥാൻ നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു എന്നാണ് വിവരം ഉള്ളത്. ടെലഗ്രാം വഴിയാണ് വിവരങ്ങൾ കൈമാറിയിരുന്നത്. അതുമാത്രമല്ല, ബോംബ് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾക്ക് കൃത്യമായി തന്നെ പാകിസ്ഥാനിൽ നിന്ന് വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ടെലഗ്രാമിൽ ലഭിച്ചു എന്ന വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. ഏതാണെങ്കിലും ഇതെല്ലാം പാക് ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതാണ്. അതുമാത്രമല്ല, പല ഘട്ടങ്ങളും പ്രത്യേകിച്ച് മുൻപ് പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ബോംബ് നിർമ്മാണത്തിലുള്ള പരിശീലനം ഉമർ നബി നേടിയിരുന്നു. താമസിച്ച വീടിനോട് ചേർന്ന് തന്നെ ഇതിനായി ഒരു ലാബ് തന്നെ ക്രമീകരിച്ചിരുന്നു എന്ന വിവരങ്ങളൊക്കെയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നേരത്തെ 20 ലക്ഷം രൂപ ഈ ഭീകരാക്രമണം പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഉമർ നബിയും സംഘവും ശേഖരിച്ചിരുന്നു എന്ന വിവരമുണ്ടായിരുന്നു. ഈ പണം ഹവാല ഇടപാടുകൾ വഴിയാണ് ശേഖരിച്ചതെന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഹവാല ഡീലർമാരെ കേന്ദ്രീകരിച്ചുകൊണ്ടും അന്വേഷണം നടത്തുകയും ചില ഇടനിലക്കാർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും നിർണായക വിവരങ്ങളാണ് ഓരോ ഘട്ടത്തിലും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ I-20 കാർ നേരത്തെ ഈ ആക്രമണം നടക്കുന്നതിന് 11 ദിവസം മുൻപ് ഹരിയാനയിൽ ലൂഹിലേക്ക് I-20 കാറിൽ ഇതേ സ്ഫോടക വസ്തുക്കളുമായി ഉമർ നബി പോയിരുന്നു എന്നും അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്തു എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. ഈ വീട് വാടകയ്ക്കെടുത്താൻ സഹായിച്ച അൽഫലാ സർവകലാശാലയിലെ ഒരു ജീവനക്കാരനടക്കം ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൽ 30 മുതൽ 40 കിലോ വരെ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് ഫോറൻസിക്കിന്റെ കണ്ടെത്തൽ. ഇത് അമോണിയം നൈട്രേറ്റ് ഒപ്പം TATP അടക്കമുള്ള രാസപദാർത്ഥങ്ങളാണ് ഇതിൽ ഉണ്ടായത്. TATP പാകിസ്ഥാൻ എത്തിച്ചാണെന്ന് ചോദ്യം ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. അതാണ് നിർണായക കണ്ടെത്തലുകൾ നടക്കുമ്പോൾ ഇന്നിപ്പോൾ ഈ ചെങ്കോട്ട പരിസരത്ത് നിന്ന് 3 വെടിയുണ്ടകൾ കൂടി കണ്ടെത്തു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അത് 9mm വെടിയുണ്ടകളാണ്. ഇത് സാധാരണ സൈനികർ ഉപയോഗിക്കുന്ന വെടിയുണ്ടകളാണ്. ഇതിൽ പക്ഷേ തോക്കുകളൊന്നും കണ്ടെത്തിയില്ല. അതായത് നിർണായകമായ അന്വേഷണമാണ് നടക്കുന്നത്. 15ഓളം വരുന്ന ഡോക്ടർമാർ ഒളിവിലാണ്. 21ഓളം വരുന്ന ആളുകൾ ഇതിനോടൊപ്പം തന്നെ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. നിർണായക ഘട്ടത്തിൽ ഇനിയിപ്പോൾ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. അൽഫലാ സർവകലാശാലയിലെ 15 ഡോക്ടർമാർ അവരുടെ ഫോണടക്കം സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ടാണ് ഒളിവിൽ പോയിരിക്കുന്ന വിശദാംശങ്ങളാണ് NIA പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. സ്മൃതി. ശരി, നോബിൾ മാരിക്കാരാണ് വിവരങ്ങൾ നൽകിയത്.